ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് മാർലീസ് യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയാ ഗൈസ് അവിടെയൊക്കെ മഴ പെയ്തോ? ഞങ്ങളുടെ ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ പെയ്തു കേട്ടോ. നല്ല മണ്ണിൻ്റെ ഗന്ധമൊക്കെ നന്നായിട്ട്. നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ഇരിക്കാനുള്ളതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ എൻ്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ, അതായത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്ന ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാജിക്കൽ ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത്, അതായത് കമൻ്റ് ആയിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആൾ ആരാന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഇതെന്താണ് ആദ്യം കുടിക്കുക, ആ ഒരു കുട്ടിക്ക് വേണ്ടിയും പിന്നെ ഇതറിയണമെന്ന് ആഗ്രഹിച്ച പലരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയുമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ആ ഒരു ഡ്രിങ്ക് കൊണ്ട് പാചകപ്പുരയിലേക്ക് കയറിയിരിക്കുകയാണ്, നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക്. അപ്പം ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ABC മാജിക്കൽ ഡ്രിങ്ക് എന്നാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും കേട്ടോ ഈ ABC മാജിക്കൽ ഡ്രിങ്ക്. ഇപ്പൊ ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചില ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുന്നവരുടെ ഇടയിൽ ഇതൊരു തരംഗമായി. മാജിക്കൽ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഞാൻ ഈ ഒരു ബൗളിൽ ആക്കി വെച്ചത്. നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ABC എന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ അതിലെ A ആയിട്ടുള്ളത് അംല അഥവാ നെല്ലിക്ക, അതൊരു 2 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. B നമ്മുടെ സ്വന്തം ബീറ്റ്റൂട്ട്, നല്ല അടിപൊളി ചുമന്നിരിക്കുന്ന ബീറ്റ്റൂട്ട്, അത് 1 എണ്ണം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ C ക്യാരറ്റ്, 1 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ പീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാട്ടോ. പിന്നെ ഇതൊന്നും ഇതിൽ ഇടപെടാത്ത ഒരു ഐറ്റം കൂടെ ഉണ്ട്. അതിലെ ഒന്നാണ് നമ്മുടെ സ്വന്തം നാരങ്ങ. ഒരേ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളൂ. നാരങ്ങയുടെ വിശേഷണങ്ങൾ, ബെനഫിറ്റ്സ് ഒക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഞാനത് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം ഒരു ജ്യൂസ് ജാറിൽ അഥവാ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ജ്യൂസ് പരുവ. നമ്മുടെ ABC മാജിക്കൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ ജ്യൂസറിൽ അരച്ചെടുത്തു. അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് അത് നന്നായിട്ട് അതിൻ്റെ ബാലൻസ് എല്ലാം കഴിഞ്ഞ് നല്ല വാട്ടർ കൺസിസ്റ്റൻസിയിൽ മാത്രമാക്കി നമ്മൾ എടുത്തി. ബീട്രൂട്ട് അരിഞ്ഞതിൻ്റെ ആട്ടോ ഈ കാണുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ABC മാജിക്കൽ ഡ്രിങ്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി കുടിക്കാൻ നല്ല പാടായിരിക്കും. സോ അതിനുവേണ്ടി നമ്മളിപ്പോൾ കണ്ടെത്തിയേക്കുന്ന ഒരു മാർഗമാണ്, നമ്മൾ ഫ്രിഡ്ജിൽ അതാക്കി അത് ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തിട്ട് ഓരോ ഐസ് ക്യൂബുകൾ വെച്ചിട്ട് ഓരോ ദിവസവും അതൊരു ചെറിയ ലുക്കിംഗ് വാട്ടറിൽ, ചെറു ചൂടുവെള്ളത്തിൽ ആ ഒരു 1 or 2 ഐസ് ക്യൂബ് ഇടുക. ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഐസ് ക്യൂബ് ട്രേയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് തേൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന മിക്സിൽ തേൻ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രുചി, അതായത് നല്ല മധുരമുള്ളൊരു രുചി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നെല്ലിക്ക, പിന്നെ അതുപോലെ തന്നെ നാരങ്ങയ്ക്ക് ചെറിയൊരു പുളിപ്പ് വരും, നെല്ലിക്കയ്ക്ക് നല്ലൊരു പുളിപ്പ് കാണും, അതിൽ ചെറിയൊരു കയ്പിൻ്റെ രുചിയൊക്കെ കാണും. അപ്പോൾ ഈ ഒരു ഓവറോൾ മിക്സ് എടുക്കുമ്പോഴത്തേനും നല്ല മധുരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. മധുരം ഒട്ടും പറ്റില്ലാണ്ട് നമുക്ക് കുടിക്കാൻ എന്നൊരു സാഹചര്യമാണെങ്കിൽ അതിലേക്ക് കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ABC മാജിക്കൽ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ആക്ച്വലി ഈ ഒരു ഡ്രിങ്ക് എല്ലാ ദിവസവും മോർണിംഗ് ഒന്നെങ്കിൽ വെറും വയറ്റിൽ കുടിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ട് എന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സുകൾ വഴിയായിട്ട് രേഖപ്പെടുത്തേണ്ടതായി. ABC മാജിക്കൽ ഡ്രിങ്ക് ഇത് ആക്ച്വലി ബാലൻസ് ഇരുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ, അതിൻ്റെ ബാലൻസ് ആട്ടോ ഞാൻ കുടിക്കാൻ പോകും. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ഗൈസ്, ഇന്നത്തേന് ബൈ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.